അപ്പോൾ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലോട്ട് വെൽക്കം ബാക്ക്. അപ്പം നമ്മൾ ഇന്ന് കളിക്കാൻ പോവാണ് മൈൻക്രാഫ്റ്റ് OG എഡിഷൻ. മൈൻക്രാഫ്റ്റ് എല്ലാവർക്കും അറിയായിരിക്കും, ഒരു പോപ്പുലർ ഗെയിമാണ്. ഈ ലോകത്തെ തന്നെ ഫേമസ് ആയിട്ട് കുറേ കോപ്പീസും സോൾഡായ ഗെയിമാണ് മൈൻക്രാഫ്റ്റ്. അപ്പോൾ നീണ്ട നാളത്തെ ഇടവേളയ്ക്ക് ശേഷം നമ്മൾ ചാനൽ പുതിയൊരു വീഡിയോ ഇട്ട് എല്ലാവർക്കും വെൽക്കം ബാക്ക്. അപ്പോൾ നമുക്ക് പ്ലേ കൊടുക്കുക. ഈ മൈൻക്രാഫ്റ്റ് 2 മോഡുണ്ട്. എന്താണ് ക്രിയേറ്റീവ്, സർവൈവൽ. ക്രിയേറ്റീവിൽ നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ ക്രിയേറ്റ് ചെയ്യാം, അവരെല്ലാം തരും. സർവൈവലിൽ നമ്മളെല്ലാം കണ്ടുപിടിച്ചുണ്ടാക്കണം. ഞാൻ ഓൾറെഡി ക്രിയേറ്റീവിലൊരു വേൾഡ് കണ്ടുപിടിച്ച് വെച്ച്, അത് പക്ഷേ കൊള്ളാത്ത വേൾഡാണ് ഗൈസ്. ഞാനെന്തോ വിയേർഡായിട്ടാണ് ഉണ്ടാക്കി. നമുക്ക് ക്രിയേറ്റ് ന്യൂ വേൾഡ് കൊടുത്ത് നമുക്ക് ക്രിയേറ്റ് ന്യൂ വേൾഡ്. ഓക്കെ, ഇത് പച്ചപ്പുള്ള സ്ഥലമാണ്. നമുക്കപ്പോൾ വേൾഡിൻ്റെ പേജ് എന്ത് കൊടുക്കുക ഗൈസ്? പേജ് നമുക്ക് മൈ വേൾഡ് എന്ന് കൊടുക്കാം ഗൈസ്. മൈ വേൾഡ് എന്ന് പറഞ്ഞ് കൊടുക്കാം. മൈ വേൾഡ് ഞാൻ ചിന്തിച്ച് ഉണ്ടാക്കട്ടെ ഗൈസ്. സോ ഗൈസ്, നമ്മുടെ വേൾഡിൻ്റെ മൈ വേൾഡ് 1 എന്നാണ്. ഞാനിപ്പോൾ ക്രിയേറ്റീവാണ് മോഡ് ഇടുന്നത്. സോ യു കാണ്ട് ഏൺ അച്ചീവ്മെൻറ്റ്. നമുക്ക് അച്ചീവ്മെൻ്റ് ഒന്നും കിട്ടത്തില്ല. അപ്പം എക്സ്പ്ലോർ മിസ്റ്റീരിയസ് കറക്റ്റ് ആണ്. നമ്മൾ മോൺസ്റ്റേഴ്സിനെ ക്രിയേറ്റ്, ബിൽഡ് ആൻഡ് എക്സ്പ്ലോർ വിത്തൗട്ട് ലിമിറ്റ്സ്. യു ക്യാൻ ഫ്ലൈ ആൻഡ് ഹാവ് എൻഡ്ലെസ് മെറ്റീരിയൽസ്. നമുക്ക് ഈ ക്രിയേറ്റീവ് മോഡിലെ ഫ്ലൈ ചെയ്യാൻ പറ്റൂ. സോ നമുക്ക് നോർമലാണ്. പീസ്ഫുൾ കൊടുത്താൽ എന്ത് പറ്റും? ഓക്കെ നമുക്കപ്പോൾ പീസ്ഫുൾ കൊടുത്തിട്ട് ക്രിയേറ്റ് ചെയ്യാം ഗൈസ്. അപ്പോൾ നമ്മൾ ക്രിയേറ്റ് ചെയ്യാൻ കൊടുത്തു. എനിക്ക് ഒട്ടും ധാരണയില്ല. ഞാനിപ്പോൾ ഒരു വേൾഡ് ഓൾറെഡി ഞാൻ തുടങ്ങിയത് തന്നെ കുറച്ച് വിയേർഡായിട്ടാണ്. ഇതിപ്പോൾ 2ാമത്തെ വേൾഡാണ്. 2ഉം ക്രിയേറ്റീവാണ്. ഇനി നിങ്ങൾക്ക് സർവൈവൽ വേൾഡ് വേണമെന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്തേക്കാം. അപ്പോൾ നമ്മൾ അടുത്ത വീഡിയോ സർവൈവൽ ആയിരിക്കും കളിക്കുക. എനിക്ക് ഇന്ത്യൻ ബൈക്സ് ദയനത്തേടിയിലെ വീടൊക്കെ ഇതിൽ പണിയണമെന്നുണ്ട്. ഓക്കെ, ഗെയിം സ്റ്റാർട്ടായി. ഇത് പച്ചപ്പ് പിടിച്ച സ്ഥലമാണ് ഗൈസ്. അയ്യോ, അങ്ങോട്ട് മരുഭൂമിയുണ്ട്. ഇത് വെള്ളത്തിൻ്റെ ഏരിയയാണ്. നമുക്കിതിൽ ഫ്ലൈ ചെയ്യാൻ പറ്റും കേട്ടോ. 2 പ്രാവശ്യം ജമ്പിൻ്റെ ബട്ടൺ ഞെക്കിയാൽ ഫ്ലൈ ആവും. ഓക്കെ, നേരത്തെ ഉണ്ടായിരുന്ന എൻ്റെ വേൾഡാണോ അത് ഗൈസ്? ഞാൻ നേരത്തെ ഒരു മരുഭൂമി പോലത്തെ വേൾഡ് സ്പോണായ, എനിക്ക് തോന്നുന്നു അതാണെന്ന് തോന്നുന്നു. ഇത് കാടാണോ ഗൈസ്? അയ്യോ, എനിക്ക് കാടാണ് കിട്ടിയത്. വില്ലേജ് ഒന്നും കാണത്തില്ല ഇവിടെ. നമുക്ക് ഫ്ലൈ ചെയ്ത് പോയി നോക്കി നോക്കാവേ. ചിലപ്പോൾ വില്ലേജ് ഉള്ള സ്ഥലം വന്നാലോ. എനിക്കെന്താടേ, ഇത് കാടാണ് ഗൈസ്. അയ്യോ, അപ്പോൾ മോബൊക്കെ കാണുമെന്ന് തോന്നുന്നു. മറ്റേ സ്ക്രീപ്പതും ഒക്കെ. ഞാൻ കുറച്ച് ഫ്ലൈ ചെയ്ത് പോയിട്ട് നമ്മുടെ മറ്റേ വില്ലേജ് ഉണ്ടോ എന്നൊന്ന് തപ്പട്ടെ ഗൈസ്. ഇതെന്തുവാടേ, ലാവയോ? അയ്യോ ഗൈസ്, ഇത് ഇവിടെ വില്ലേജ് ഇല്ലെന്ന് തോന്നടേ. തൽക്കാലം നമുക്കിവിടെ ഒരു വീടങ്ങ് കെട്ടാം. വില്ലേജസ് ഉണ്ടെങ്കിലേ ഒരു ഇതുള്ളൂ ഗൈസ്. നമുക്ക് പെട്ടെന്ന് വില്ലേജസൊക്കെ വേണം. ഞാനിപ്പോൾ എവിടെയോ എത്തി. ഇനി ഇത് ഏതാണെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. സോ ഗൈസ്, ഇവിടെ നമുക്കൊരു വീട് പണിഞ്ഞാൽ ഇവിടെ മോബ് വല്ല സ്പോണ്. അവിടെ ഗുഹ ഉണ്ട്. സോ നമുക്ക് ഇങ്ങോട്ട് വല്ലതും പോവാം. അതെ, അവിടെ ഒരു നല്ല സ്പോട്ടുണ്ട് ഗൈസ്. ഇതെന്താടേ പറന്ന് നിൽക്കുന്നത് ക്യൂബ്. സോ നമുക്ക് അയ്യോ ഡെഡാകത്തില്ല ഗൈസ്. നമുക്ക് ലൈഫില്ല. സോ ഞാൻ ഇവിടെയൊക്കെ ഒന്ന് ക്ലീൻ ചെയ്യട്ടെ. ഞാൻ കുറച്ച് സാധനമൊക്കെ എടുത്ത്. സോ ഞാൻ ഇവിടെ എല്ലാം ക്ലീൻ ചെയ്ത് നമുക്ക് വേണ്ട സെറ്റപ്പ് എല്ലാം ആക്കിയിട്ടൊരു വീട് പണിയുള്ള സ്ട്രക്ചറാക്കി എടുക്കാം ഗൈസ്. ഞാൻ പ്ലാൻ ചെയ്യുന്ന ഈ ബ്രിക്ക് വെച്ച് വീട് പണി, ഓക്ക് പ്ലാൻസ്. അപ്പോൾ ഞാൻ നിങ്ങളെ പെട്ടെന്നൊന്ന് കാണിക്കാം ഗൈസ്. ഞാൻ ഇങ്ങനെ പെട്ടെന്നൊന്ന് ബിൽഡ് ചെയ്ത് കാണിക്കും. ഇത് പിന്നെ ഒരു മിനി ഹൗസ്, ഒരു ഹട്ട് പോലെ ആയിരിക്കും. മറ്റേ വില്ലേജേഴ്സിൻ്റെ വീട് പോലെ ആയിരിക്കും ഞാൻ പണിയാം. സോ ഞാൻ ഈ വീടിൻ്റെ ഒരു പകുതി ഇൻറ്റീരിയർ പണിഞ്ഞിട്ട് ഞാൻ പെട്ടെന്ന് വരാം. ഓക്കെ ഫ്രണ്ട്സ്, അപ്പോൾ ഇതാണ് എൻ്റെ വീടിൻ്റെ സെറ്റപ്പ്. ഇനി ഇതിൻ്റെ പുറത്തോട് നമുക്ക് അടുത്ത് ഈ ബ്രിക്ക് വെക്കണം ഗൈസ്. ഇതൊരു മിനി വീടാണ്, ഞാൻ നിങ്ങളുടെ അടുത്ത് ഓൾറെഡി പറഞ്ഞല്ലോ. ഇനി നിങ്ങൾക്ക് ഏതെങ്കിലും ഗെയിമിലൊക്കെ വീട് പണിയണമെന്ന് ആഗ്രഹമുണ്ട് എൻ്റെ വീഡിയോയിലെങ്കിൽ നിങ്ങൾ താഴെ കമൻറ്റ് ചെയ്യുക. അപ്പോൾ നമ്മൾ ക്രിയേറ്റീവ് മോഡിൽ അതൊക്കെ പണിയുന്നതായിരിക്കും. സോ ഞാൻ ഇനി മേളിലത്തെ എല്ലാം തട്ടും ശരിയാക്കി നമ്മുടെ വീട് ഫുള്ളായിട്ട് നിങ്ങളെ കാണാം. അല്ലാതെ പകുതി മുക്കാലൊന്നും ആയിട്ട് ഫുള്ളായിട്ട് നമുക്ക് കാണാം കേട്ടോ. പെട്ടെന്ന് തന്നെ വരും. ആൻഡ് സോ ഗൈസ്, നീണ്ട നേരത്തെ ഇടവേളയ്ക്ക് ശേഷം ഇതാണ് എൻ്റെ വീട്. വലിയ രസം കാണത്തില്ല. ഇതും വിയേർഡായിട്ട് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ അതെ ഗൈസ്, എനിക്കും ഇത് പിന്നെ കണ്ടോ, എനിക്ക് സീലിംഗ് എന്തിനാ പണിയണമെന്ന് ഒരു ഐഡിയ ഇല്ലാഞ്ഞുകൊണ്ടാണ് ഈ ലൈറ്റിൻ്റെ സംഭവം എടുത്ത് വെച്ചത്. കണ്ടോ, ഈ സാധനം എന്തുവാണെന്ന് എനിക്ക് അറിഞ്ഞൂടെ. ഈ ലൈറ്റിൻ്റെ സംഭവം എന്താ കണ്ടോ, എന്തുവെന്ന് അറിഞ്ഞൂടെ തൽക്കാലം. അയ്യോ തെറ്റിപ്പോയി ഗൈസ്. അറിയാതെ മിസ്റ്റേക്ക് വെച്ചതാണ്. സോ നമുക്കിനി ഞാൻ വീടിൻ്റെ സർവേ കാണിക്കാം. അതിന് മുമ്പേ നമുക്ക് കട്ടിലുണ്ടോ എന്ന് നോക്കാം ഗൈസ്. നമുക്ക് കണ്ടില്ലേ, എല്ലാം ഇവിടെ തന്നെ കിട്ടും, അതുകൊണ്ട് കുഴപ്പമില്ല. ബെഡ് ഏത് കളർ വേണം ഗൈസ്? ഗ്രീൻ കിടന്നോട്ടെ. ഗ്രീൻ നമുക്ക് ആഡ് ചെയ്യാം. പിന്നെ കുറച്ച് ലൈറ്റ് വേണം, ബ്ലൂ ലൈറ്റും. കുറേ ടൈപ്പ് ലൈറ്റ് ഉണ്ട്. അപ്പോൾ ലൈറ്റെല്ലാം നമുക്ക് വെക്കാം. ഇതാണ് ഗൈസ്, കണ്ടല്ലോ കഥകൊക്കെ ഉണ്ട്. സോ കഥകൊക്കെ ഇങ്ങനെ തുറന്ന് നമുക്ക് കയറാം. അയ്യോ, അകത്ത് പുല്ലുണ്ടല്ലോ ഡേ.
സോറി ഞാൻ ഈ പുല്ല് ക്ലീൻ ചെയ്തില്ല ഗൈസ്. പുല്ലെല്ലാം ഒന്ന് ക്ലീൻ ചെയ്തിട്ട് ഞാൻ വരാവേ. ആൻഡ് സോ ഗൈസ് നമ്മുടെ വീട് ഫുള്ളി റെഡി ആയിക്കാണ്. ഇതാ കണ്ടോ, ഇവിടെ ഫർണസും 2 ചെസ്റ്റ് എൽഡർ ചെസ്റ്റും വെച്ചിട്ടുണ്ട്. ഇതെല്ലാം നമുക്ക് കിട്ടും. ഇവിടെ പിന്നെ ഒരു ക്രാഫ്റ്റിംഗ് ടേബിൾ ഉണ്ട്. ക്രാഫ്റ്റിംഗ് ടേബിളിൽ ഇത് ചെയ്യേണ്ട ആവശ്യമില്ല. നമ്മുടെ ഇൻവെൻ്ററി കുറച്ച് സംഭവമുണ്ട്. നമ്മുടെ ലാർജ് ചെസ്റ്റ് ഉണ്ട്. 2 മിനി ചെസ്റ്റ് ചെയ്യുമ്പോൾ ലാർജ് ചെസ്റ്റ് ആവും. അത് അറിയാവുന്ന തോന്നുന്നു നിങ്ങൾക്ക്. ഇത് ചുമ്മാതെ ഡിസൈൻ അങ്ങ് വെച്ചയാ. ഇനി നമുക്ക് പൂവെല്ലാം വെക്കണം ഗൈസ്. ആ പൂവൊക്കെ പിന്നെ വെക്കാം. രാവിലെ ആയാ അത് ഞാൻ അറിഞ്ഞില്ല ഗൈസ്. ഇപ്പോൾ ഇത്രയും പെട്ടെന്ന് രാവിലെ ഇവിടെ പിന്നെ കണ്ടോ എൽഡർ ചെസ്റ്റ് ആയിട്ടുണ്ട്. എൽഡർ ചെസ്റ്റ് എന്തുവാന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. കുറച്ച് ലൈറ്റൊക്കെ വരുത്തുന്നു. അപ്പോൾ ഗൈസ് നമുക്കൊരു വീടൊക്കെ സെറ്റ് ആയിക്കാണ്. സോ ഇന്നത്തെ വീഡിയോ ഇവിടെ സെൻഡ് ചെയ്യണം. നമുക്ക് ഇവിടെ എന്തൊക്കെ ഉണ്ടെന്നൊരു കാര്യം നോക്കാവേ. കേട്ടൊന്നില്ലെന്നില്ലേ ഒന്നിറങ്ങിയേ. നമ്മുടെ കയ്യിൽ എന്തോ സംഭവമുണ്ട്. ഞാൻ ആ സീക്രട്ട് സംഭവം നിങ്ങളൊന്ന് കാണിക്കാവേ ഗൈസ്. അതിനു മുമ്പ് ഒരു ഇമ്പോർട്ടൻറ്റ് കാര്യം, നമ്മുടെ വീഡിയോ ഇത് ലൈക്ക് ചെയ്താൽ നിങ്ങൾ കാണുന്നെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് ലൈക്ക് ചെയ്യുക. എന്നിട്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ നിങ്ങൾ കാണുന്നെങ്കിൽ തീർച്ചയായിട്ടും ചാനലും കൂടി സബ്സ്ക്രൈബ് ചെയ്യുക ഫ്രണ്ട്സ്. അത് ഇമ്പോർട്ടൻ്റ് മസ്റ്റുമായിട്ട് നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യമാണ്. അപ്പോൾ കണ്ടില്ലേ ഗൈസ്, ഞാനിവിടെ ഒരു ഗോട്ട് സ്പോണൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇത് ചെയ്ത് നമ്മൾ ഒരു ഗോട്ടിനെ സ്പോൺ ചെയ്യും. പിന്നെ കണ്ടോ നമുക്കിതിനെ ഫീഡ് ചെയ്യാൻ പറ്റും. ഇനി ഇതിനെ ബ്രീഡൊക്കെ ചെയ്യാൻ പറ്റും ഈ ഗോട്ടിനെ കൊണ്ട്. അപ്പോൾ ഞാൻ ഇതിനെ ഫീഡ് ചെയ്തു. ഇനി വേണമെങ്കിൽ നമുക്ക് വേറൊരു ഗോട്ടിനും കൂടി ഇത് ചെയ്യാം. കണ്ടില്ലേ, ഇപ്പോൾ ഇതിനെയും കൂടി ഇനി ഫീഡ് ചെയ്യാം നമുക്ക്. സോ കണ്ടില്ലേ, ഇനി ഇത് കണ്ടോ നമുക്ക് എല്ലാവരെയും ബ്രീഡ് ചെയ്യാൻ പറ്റും. കണ്ടോ അവർക്ക് കുഞ്ഞുണ്ടായി. അപ്പോൾ കണ്ടില്ലേ, ഇങ്ങനെ നമുക്ക് ഫീഡൊക്കെ ചെയ്ത് ബ്രീഡൊക്കെ ചെയ്യിപ്പിക്കാൻ പറ്റും. എന്നിട്ട് ഫാം തന്നെ ഉണ്ടാക്കും. ഇപ്പോൾ എല്ലാം എൻ്റെ പുറകെ വരുന്നത്. നമുക്ക് ഇവരെ എവിടെയെങ്കിലും ട്രാപ്പ് ചെയ്യാൻ പറ്റുമോ നോക്കാമായിരുന്നല്ലേ. നമുക്ക് കുഴി വല്ലതും എടുത്തിട്ടെ, അതാ നമുക്ക് അങ്ങനെ വല്ലതും ചെയ്യാൻ പറ്റുമോ നോക്കാം. നമുക്ക് കുഴി എടുത്ത് ട്രാപ്പ് ചെയ്യാൻ പറ്റുമോ നോക്കാം ഗൈസ്. എന്നിട്ട് ഞാൻ നിങ്ങളെ ഇത് ട്രാപ്പ് ചെയ്തിട്ട് നമുക്ക് നിങ്ങളെ കാണാം. ആൻഡ് ഗൈസ് അപ്പം നമ്മളിവിടെ കുഞ്ഞ് സംഭവം സെറ്റാക്കിയിട്ടുണ്ട്. ഇതാ കണ്ടോ, ഇങ്ങനെ താഴോട്ട് ഇറങ്ങുമ്പോൾ ഒരു ആടിൻ്റെ സംഭവം പോലെ. ഇങ്ങോട്ട് ഇറങ്ങാൻ ഇച്ചിരി പാടാണല്ലോ ഡേ. കുനിയാനുള്ള ഓപ്ഷൻ എന്തോ. അയ്യോ തെറ്റിപ്പോയി ഗൈസ്. ഞാൻ ഇവിടെ അറിയാതെ ഒരു ബ്രിക്ക് അങ്ങ് സ്പോൺ ചെയ്ത് വെച്ച്. അയ്യോ ഇതെന്തിനാടെ അടയ്ക്കുക. ഇപ്പോൾ എന്തിനാടെ അടയ്ക്കുക ഗൈസ്. അയ്യോ അടച്ച് ഗൈസ്. അല്ലെങ്കിൽ ഈ സംഭവങ്ങൾ ചാടിപ്പോവും. അപ്പോൾ ഇത് ഷീപ്പും ഇത് ഗോട്ടുമാണ്. പക്ഷെ ഗോട്ടിൻ്റെ സംഭവം കിട്ടുന്നില്ല. ഇതൊരു കുഞ്ഞു ഗോട്ടി പിടിച്ചിട്ടുണ്ട്. ബാബാ ഈ കുഞ്ഞു ഗോട്ടിൻ്റെ മറ്റേ അമ്മയും അച്ഛനെയും അങ്ങ് ചാടിപ്പോയി ഗൈസ്. പിന്നെ ആ അമ്മയും ഗോട്ടിൻ്റെ സംഭവം ഒന്നും കിട്ടുന്നില്ല. അതാ ഇവിടെ വേദന എന്താണ്ട് കഴിച്ചോ കുഞ്ഞു കൊച്ച് കഴിച്ചോ. ഇവരൊക്കെ വലുതാവും ഗൈസ്. ഈ കൊച്ചുങ്ങൾ വലുതാവും. അതാ വേദ കാര്യം. സോ അത് വലുതാവട്ടെ. അപ്പോൾ ഗൈസ് നമുക്ക് മേളിൽ കയറി പോവാം. ഇവരിവിടെ നിൽക്കട്ടെ. അപ്പോൾ ബായ് പോവാണ് കേട്ടോ. ഇതിന് മോഷ്ടിക്ക് വല്ലതും ചെയ്യുമെന്ന് എനിക്ക് പേടി. ഇത് ഇച്ചിരി പാടുപെട്ട രീതിയിലാണ് ഞാൻ ചെയ്തത്. ഇത് ഭയങ്കര പാടാണ്. ഈ ഏണി വെച്ചില്ലെങ്കിലും കുഴപ്പമില്ലെന്ന് തോന്നുന്നു. അയ്യോ എൻ്റെ കയ്യിൽ ഇതില്ല. ഇവരിത് കണ്ടാൽ പിന്നെ നമ്മുടെ പുറകെ വരും. അതാ പ്രശ്നങ്ങൾ. ആ കണ്ടോ മേളിലോട്ട് നോക്കുന്നത് കണ്ടോ. നമുക്ക് ഈ വീറ്റ് കയ്യിലിരിക്കുന്നത് കണ്ടാൽ അവർ പുറകെ വരും. അപ്പം നമുക്ക് ഡോർ അങ്ങ് വെച്ച് കൊടുത്താലോ ഗൈസ്. ഡോറ് വെച്ചാൽ അവർ വരുത്തില്ലെന്ന് തോന്നുന്നു. ഇതല്ലേ ഡോറ്? ഇതാണ് ഗൈസ് ഡോറ്. അപ്പോൾ കുറേ ടൈപ്പ് ഡോറുണ്ടല്ലോ ഡേ. നമുക്ക് തൽക്കാലം ഈ ഡോറ് വെച്ച് നോക്കാൻ പറ്റുമോ നോക്കാം. ഇത് വെക്കാൻ പറ്റത്തില്ലെന്ന് തോന്നുന്നു ഗൈസ്. ഇത് കുഞ്ഞു കുട്ടയല്ലല്ലോ. നമുക്കൊരു സ്ഥലവും കൂടി കുഴിച്ചിട്ട്. അയ്യോ ഇതാ പോടാ. അത് വേറെ ആട് ഗൈസ്. അയ്യോ ഇങ്ങനെയല്ല ഞാൻ വെക്കാൻ പ്ലാൻ ചെയ്തത് ഗൈസ്. ഇത് ഇച്ചിരി പാടായി ഗൈസ്. ഞാൻ ഒന്ന് അറേഞ്ച് ചെയ്യട്ടെ ഗൈസ്. ഇത് എങ്ങനെയെങ്കിലും അറേഞ്ച് ചെയ്യട്ടെ. ഗൈസ് ഇങ്ങനെ വെക്കാം ഗൈസ്. ഇതെന്തോ ജീവിയാണ് ഗൈസ്. അപ്പോൾ നമ്മുടെ വീട് എന്ത് ചെയ്യുക ഗൈസ്. നമുക്കിപ്പോൾ കിടന്നിറങ്ങിയിട്ട് ഇന്നത്തെ വീഡിയോ ഇവിടെ വെച്ച് എൻഡ് ചെയ്യാം ഗൈസ്. സോ ഗൈസ് ഇത്രയേ ഉള്ളൂ എൻ്റെ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ട് ലൈക്ക് ചെയ്ത് ഷെയർ സബ്സ്ക്രൈബ് ചെയ്തത് ഫ്രണ്ട്സ്. നിങ്ങൾക്ക് ഇതേപോലത്തെ മൈൻക്രാഫ്റ്റിൻ്റെ വീഡിയോസ് ഇഷ്ടമാണെങ്കിൽ ഒന്ന് കമൻറ്റും ചെയ്ത് പറഞ്ഞത്. നമുക്ക് വേണ്ടാത്ത മീറ്റ് മട്ടൻ കിട്ടി ഗൈസ്. അതെനിക്ക് തോന്നുന്നു മറ്റേ ആടിനെയൊക്കെ പിടിച്ചപ്പോൾ കിട്ടിയ മട്ടനാണെന്നാണ്. ഡോർ ഇവിടെ വെക്കാം. ക്യാൻഡിൽ ഇതൊക്കെ ഇവിടെ ഇരിക്കട്ടെ ഗൈസ്. സോ ഗൈസ് ഇത്രയേ ഉള്ളൂ എൻ്റെ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ട് ലൈക്ക് ചെയ്ത് ഷെയർ സബ്സ്ക്രൈബ് ചെയ്തേക്കാം. എന്നിട്ട് ഇതേപോലത്തെ മൈൻക്രാഫ്റ്റിൻ്റെ വീഡിയോസ് വേണമെങ്കിൽ ഒന്ന് കമൻറ്റും കൂടി ചെയ്തേക്കാം. സോ ഗൈസ് ഇത്രയേ ഉള്ളൂ എൻ്റെ ഇന്നത്തെ വീഡിയോ. താങ്ക് യു.